സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കേസിൽ വിധി വന്നതിന് ശേഷം വളരെ പൊടുന്നനെ ദിലീപ് സർവ്വസ്വീകാരനായി മാറുകയാണ്. അവൾക്കൊപ്പം എന്ന് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പലരും ഇന്ന് ദിലീപ് കുറ്റവിമുക്തനായതിലുള്ള സന്തോഷം പരസ്യമായി പ്രകടമാക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും വീട്ടിൽ പോയി കണ്ട് ചുംബിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ നേതാക്കൾ പോലും പിന്നീട് ദിലീപിന്റെ പേര് പറയാൻ വൈമനസ്യം കാണിക്കുന്നതാണ് സത്യത്തിൽ ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിലീപ് ഈ കേസിൽ ഗൂഢാലോചകനാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ പലരും പറയാതെ ആവുന്നു. ഇന്നലെ വരെ ദിലീപിനൊപ്പം നിന്ന ആളുകൾ കുറ്റവിമുക്തിയുടെ കോർട്ട് ഓർഡർ വന്നതിന് ശേഷം അത് തുറന്നു പറയാൻ കഴിയുന്നല്ലോ എന്ന ആഹ്ലാദം പങ്കുവെക്കുന്നു. സത്യത്തിൽ ഇരയുടെ മനസ്സിൽ എന്താണ്? തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന നിരാശയാണ് ഈ രാത്രിയിലും അവരെ ഭരിക്കുന്നതെങ്കിൽ ഈ നീതി നിർവഹണ സംവിധാനം പരാജയപ്പെട്ടു എന്ന് തന്നെയല്ലേ നാം വിലയിരുത്തേണ്ടത്. അതിൽ തെളിവുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ കേസ് ജയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന്, അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിൽ എന്തുകൊണ്ടൊരു സ്റ്റേറ്റ് മെക്കാനിസം തോറ്റുപോയി എന്നത് നാം എന്തേ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൽ പ്രതിപക്ഷത്തിന് പോലും സർക്കാരിനോട് കടുത്ത ചോദ്യങ്ങൾ ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാം. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൊണ്ടുവന്ന ഒന്നായിരുന്നു ഹേമ കമ്മിറ്റി. പക്ഷെ ആ റിപ്പോർട്ടിനോട് പോലും നീതി പുലർത്താത്ത ഭരണകൂടം ഈ കേസിനോട് പരിധി കവിഞ്ഞ ആത്മാർത്ഥത കാണിച്ചോ എന്ന വിമർശനം ഒരു വശത്ത് അവിടെ നിൽക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തനാകുന്നതിന് പിന്നാലെ മഹാതാരം വീണ്ടും സ്വീകാരനായി മാറുകയും ഇരയുടെ വിലാപം വനരോധനമായി മാറുകയോ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ? നമുക്കത് പിന്നെയും സംസാരിക്കേണ്ടി വരുന്നു. ഈ വിഷയത്തിലേക്കാണ് എന്നോടൊപ്പം ഉള്ളത് ശ്രീമതി മനീഷ രാധാകൃഷ്ണൻ, CPIM നിന്ന് വിജയ് ഇന്ദു ചൂടൻ, കോൺഗ്രസ് പ്രതിനിധി മിഥുൻ വിജയകുമാർ, വലതു നിരീക്ഷകൻ, അല്പസമയത്തിനകം നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയെ കൂടി ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം മനീഷ, ഈ കേസിൽ ദിലീപ് ഗൂഢാലോചകനാണ് എന്നും അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന പൊസിഷൻ CPIM-ന് സർക്കാരിന് ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. കാരണം നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഈ കേസ് നമുക്കറിയാം. ഈ കേസ് ആദ്യമായി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ ആദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ഈ കേസിൽ നീതി ലഭിക്കുന്നത് വരെ ഏതറ്റം വരെയും അതിജീവിതയ്ക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ് എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. ഒപ്പം മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ആ കാര്യം മറ്റൊന്നായിരുന്നില്ല, എത്ര ഉന്നതനാണെങ്കിലും ഈ കേസിൽ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി അന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം എനിക്ക് വളരെ അപ്രസക്തമായി തോന്നുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. എന്നാണ് ഈ കേസ് ആദ്യമായി കേരളം അറിയുന്നത്? നമുക്കറിയാം, കേരളത്തിന്റെയും ഇന്ത്യയുടെയും സമീപ ഭാവിയിൽ തന്നെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട, ഇത്രയധികം ക്രൂരമായിട്ടുള്ളൊരു വിഷയം, നമ്മുടെ മനസാക്ഷിയൊക്കെ നടുക്കുന്നൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം വളരെ വളരെ ദൗർഭാഗ്യകരമെന്ന് കരുതുകയും ഒപ്പം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തു നിന്ന ഒരു ജഡ്ജ്മെന്റ് ആണല്ലോ ഇന്നലെ വന്നത്. ഇങ്ങനൊരു വിഷയം നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ കേസ് IG-യുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവാകുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഈ കേസ് സഗൗരവം പരിശോധിക്കണം എന്ന പ്രഖ്യാപനവുമായി സർക്കാർ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ കേസ് ഏൽപ്പിക്കുന്നു. അതിനുശേഷം നടി ഈ പറഞ്ഞ അതിജീവിതയുടെ സ്റ്റേറ്റ്മെന്റ് 164 സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് തൊട്ടു പിന്നാലെ 17 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിപുലപ്പെടുത്തുന്നു. ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അന്ന് രാത്രി തന്നെ ഈ കേസിലെ 2ാം പ്രതി കരുതൽ തടങ്കലിലാകുന്നു. തൊട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം ഈ കേസിലെ മറ്റ് പ്രതികൾ, 3ാം പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾ തൃശ്ശൂരിൽ നിന്നും അറസ്റ്റിലാകുന്നു. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷം പൾസർ സുനിയും വിജീഷും ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഏതാണ്ട് ആദ്യത്തെ 10 ദിവസം കൊണ്ട് തന്നെ ഈ കേസിൽ ഡയറക്റ്റായ നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 60 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസിലെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള മുഴുവൻ പ്രതികൾക്കെതിരെയും കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ സമീപ ഭാവിയിൽ തന്നെ ഇങ്ങനെയൊരു കേസ് വന്നു. ഈ കേസ് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ എത്ര ഉന്നതനാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് സ്റ്റേറ്റ് ഹെഡ് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ കേസ് ഏൽപ്പിക്കുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ടീം യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ 1 മുതൽ 6 വരെയുള്ള 7 വരെയുള്ള പ്രതികളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും തയ്യാറാവുകയും ചെയ്യുകയാണ്.
അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. പിന്നീടാണ് മറ്റ് ഗൂഢാലോചന ഈ മനീഷ, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ തുടക്കത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള പൊസിഷനെയും നിലപാടുകളെയും കുറിച്ച് പറയുന്നു. എന്ന് വെച്ചാൽ ഈ കേസിന്റെ തുടക്കത്തിൽ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ സർക്കാർ മെഷീനറി കാണിച്ചിട്ടുള്ള പരിശ്രമങ്ങളെ താങ്കൾ വലുതായി ഉയർത്തി കാണിക്കുകയും അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുകയും ചെയ്യണം ഒരർത്ഥത്തിൽ. അപ്പൊ അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഈ പ്രതികളെ പിടിക്കലും പ്രതിചേർക്കലും ചാർജ് ഷീറ്റ് കൊടുക്കലും മാത്രമല്ല. അങ്ങനെ അവകാശപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത് സർക്കാർ സംവിധാനം ശരിയായി പ്രവർത്തിച്ചു എന്നതിന്റെ മികവ് നിങ്ങൾ അവകാശപ്പെടുകയാണ്. പക്ഷെ സർക്കാർ സംവിധാനത്തിന്റെ പൂർണ്ണത എവിടെ എത്തുക? അതിൽ ശിക്ഷിക്കപ്പെടുക എന്നാണ്. ആളുകളെ പ്രതി ചേർക്കുക, ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നല്ലോ, ശിക്ഷിക്കപ്പെടുക എന്നാണ്. അപ്പോൾ ഒരു ഘട്ടം വരെയുള്ള ഇടപെടലുകളുടെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന നിങ്ങൾ അതിനുശേഷമുള്ള പരാജയത്തിന്റെ ഭാരവും ഏക്കുമോ? ഇവിടെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസിൽ ഞാൻ പറഞ്ഞു 60 ദിവസം കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും നിങ്ങൾ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ അന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഈ കേസിനകത്ത് ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത് കേരളത്തിലെ സമുന്നതനായിട്ടുള്ള ഒരു നടനാണ്. ആ നടന് കേരളത്തിലെ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ പല സംഘടനകളിലും ഭാരവാഹിയാണ്. ആ നടൻ പ്രബലനായ ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ നടനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ മഹാനടൻ എന്ന് നിങ്ങൾ അവകാശപ്പെട്ട ആൾ തന്നെ ചോദ്യം ചെയ്യലിന്റെ ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഏതാണ്ട് 80 ദിവസത്തിന് മുകളിൽ റിമാൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അയാൾ പുറത്തു കിടക്കുന്നത്. അപ്പോൾ കേസിനകത്ത് ഇപ്പോൾ ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വിധി വന്നു. വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ നടന്നൊരു കേസാണ്. എന്തൊക്കെയായിരുന്നു സംഭവ വികാസങ്ങൾ ഈ കേസിനകത്ത്? അതിനെക്കുറിച്ച് കേരളത്തിന് നല്ല ധാരണയുണ്ടല്ലോ. ഒന്ന് മാത്രമല്ല, ഈ കേസിന്റെ വിശദാംശങ്ങൾ, അതിന്റെ സഞ്ചാര വഴി, അതിനെക്കുറിച്ചെല്ലാം മലയാളി അത്രയും അപ് ടു ഡേറ്റ് ആണ്. എന്റെ ചോദ്യം, മലയാളികളിൽ നല്ല വിഭാഗം നീതിബോധമുള്ള മനുഷ്യർ ഇതിന്റെ ഗൂഢാലോചന, പ്രഭവ കേന്ദ്രം, ഇതിലെ കിൻ പിൻ പിടിക്കപ്പെടുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. അല്ലാതെ പൾസർ സുനിക്ക് ജീവപര്യന്തം കിട്ടുമോ എന്നറിയാനല്ല ഇന്നലെ ആളുകൾ ടിവിയുടെ മുമ്പിൽ ഇരുന്നത്. ഇതിലെ സൂത്രധാരനായ വൻകിടക്കാരനെ പിടിക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിയുമോ എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. സകല മനുഷ്യരും നിരാശപ്പെട്ടു പോയില്ലേ? നമ്മുടെ സിസ്റ്റം വിചാരിച്ചാൽ പറ്റത്തില്ല പിടിക്കാൻ, ഈ ആളെ ഒന്നും പൂട്ടാൻ പറ്റില്ല എന്ന നിരാശയല്ലേ സത്യത്തിൽ സിസ്റ്റം ഇന്നലെ പൗരന് കൊടുത്തിരിക്കുന്നത്? അവിടെ ഉത്തരവുണ്ട്. നമ്മുടെ സിസ്റ്റം വിചാരിച്ചാൽ പൂട്ടാൻ കഴിയില്ല, പിടിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതേ സിസ്റ്റം തന്നെയാണ് ഈ പറഞ്ഞ മഹാനടൻ എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിച്ച ആളെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കേണ്ട ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ ജഡ്ജ്മെന്റ് വരുമ്പോൾ മാധ്യമങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? സ്ഥാപിക്കാൻ പുതിയ കേസുകൾ വരാൻ പോവാണ്. ശരി, ഇപ്പൊ മാധ്യമങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച, 10 ദിവസത്തിനകം ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത, ഈ കേസിൽ ഇപ്പോൾ 8ാം പ്രതി, വെറുതെ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയ 8ാം പ്രതിയെ അറസ്റ്റ് ചെയ്ത ഒരു ഭരണകൂടം ഇപ്പോ ഈ കേസിനകത്ത് ജഡ്ജ്മെന്റിൽ സ്വാധീനിച്ചു എന്ന് പറയാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? സ്ഥാപിക്കാൻ, ആ ഗൂഢാലോചകനായ വൻകിടക്കാരനെ പിടിക്കാൻ, തുറുങ്കിലടക്കാൻ ആവശ്യമായിട്ടുള്ള പണി എടുത്തില്ല ഈ സർക്കാരിന് സ്ഥാപിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആരെയും ഒരു പോലീസിനെ അറസ്റ്റ് ചെയ്യാം. ഞാൻ എന്റെ പോയിന്റ് അതാണ് മനീഷ. ഐ തിങ്ക് നിങ്ങളൊരു അഭിഭാഷക കൂടിയാണ്. ആരെയും പോലീസിനെ അറസ്റ്റ് ചെയ്യാം, ആരെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അത് നിയമപരമായി നിലനിൽക്കണമെങ്കിൽ അത് സ്ഥാപിക്കണം അയാൾ കുറ്റക്കാരനാണ് എന്നത്. അതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഭരണകൂടം. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, എന്റെ കേസിൽ വൻകിടക്കാരനെ പിടിക്കാൻ ഈ സർക്കാരിനും ഈ സിസ്റ്റത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന നിരാശയിലാണ് ഇര ഇന്ന് രാത്രിയെ അഭിമുഖീകരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി പറയേണ്ടത് സ്റ്റേറ്റ് ആണ്, അല്ലാതെ ആരാണ്? ശരി, നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു സ്റ്റേറ്റ് ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്ന്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നമ്മുടെ ആരുടെയും കയ്യിൽ ഇപ്പോൾ ഈ കേസിനകത്ത് വിധി വന്നു എന്നുള്ളത് കോടതി ഇന്നലെ പ്രഖ്യാപിച്ചതല്ലാതെ ഈ വിധിക്കകത്തുള്ളത് എന്താണ് എന്നും ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും എന്ത് ടെക്നിക്കാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് വിധി വന്നത് എന്നും എനിക്കോ ഈ ചർച്ച നയിക്കുന്ന നിങ്ങൾക്കോ ഇവിടെ പാനലിസ്റ്റുകളായിരിക്കുന്ന ആർക്കും ആധികാരികമായി പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് മുമ്പിൽ ഒന്നുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് കോടതിയിൽ സമർപ്പിച്ചത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. നോക്കൂ, നിങ്ങൾ ആരെങ്കിലും ഈ കേസിൽ കുറ്റപത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ, അവതാരകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ കുറ്റപത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ, ഈ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ലേ?
നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 1-ാം പ്രതിയും ഈ പറയുന്ന ഇപ്പോ കുറ്റവിമുക്തനാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയ 8-ാം പ്രതിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 1-ാം പ്രതിയും 8-ാം പ്രതിയും സർക്കാരിനും പ്രോസിക്യൂഷനും പോലീസിനും മറ്റ് സ്റ്റേറ്റ് ഏജൻസീസിനും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വിചാരിക്കാത്ത ഒരു വിധി വന്നു. ആ പോയിന്റ് വിശദീകരിക്കൂ മനീഷ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കേസിൽ ഇങ്ങനെ ഒരു വിധി വന്നു, ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് കോടതി അറൈവ് ചെയ്തു എന്ന് തീരുമാനിക്കാനും ഇപ്പോ ഈ ഘട്ടത്തിൽ അങ്ങനെ തീരുമാനിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ഉള്ള അധികാരം, അതിനുള്ള സോളിഡ് എവിഡൻസ് നമ്മുടെ കയ്യിലില്ല. കാരണം എന്താ? നമ്മുടെ കയ്യിൽ ഈ കേസിൽ ജഡ്ജ്മെന്റ് നമ്മുടെ ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല. മറിച്ച് നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഇപ്പൊ നിഷാദ് ഈ കേസ് ഈ ചർച്ച തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല, ഗൂഢാലോചന തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നത് എന്താ? ശരിയാണ്, പ്രോസിക്യൂഷൻ അവർക്ക് ശരിയാണെന്നല്ല, ഞാൻ നിങ്ങളുടെ പോയിന്റ് എടുക്കാം. മനീഷ പ്രസന്റ് ചെയ്യുന്ന പോയിന്റ് ഞാൻ എടുക്കുകയാണ്. മനീഷ പറയുന്നത് സർക്കാരിന്റെ ഏജൻസി എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. വിധി വായിച്ചു നോക്കണം. ഇപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ സ്ഥൈര്യത്തോടെ പറയണം, ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്റ്റിൽ CPIM ചിന്തിക്കുന്നുണ്ടോ ഈ വിധി? മൈ ക്വസ്റ്റ്യൻ ഈസ് CPIM വിചാരിക്കുന്നുണ്ടോ ഈ വിധി ഇസ് എ ഷോക്കിംഗ് വേർഡിക്റ്റ് എന്ന് CPIM വിചാരിക്കുന്നുണ്ടോ? ഷോക്കിംഗ് ആണ് ഇതൊരു സാധാരണ നിലയ്ക്ക് കുറ്റപത്രത്തെയും തെളിവുകളെയും വിസ്താരത്തെയും അപഗ്രഥിക്കുന്ന ഒരു ജഡ്ജി സാധാരണ നിലയ്ക്ക് പറയാൻ സാധ്യതയില്ലാത്ത ഒരു വിധിയാണ് വന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണോ CPM-ന്റെ? CPIM എന്താണ് ഈ കേസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തമാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്താ? കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഞങ്ങൾ ഈ കേസിൽ അതിജീവിതയ്ക്ക് പൂർണ്ണമായും നീതി കിട്ടുന്നത് വരെ അവൾക്കൊപ്പം ഉണ്ടാകും എന്നാണ്. ഈ കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കേസിൽ ഏതറ്റം വരെയും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കൂ, നമുക്ക് മുൻപിൽ ഒട്ടേറെ കേസുകളുണ്ട്. ഇപ്പൊ സൂര്യനെല്ലി കേസ് തന്നെ എടുക്കാം. കീഴ്ക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പിന്നീട് ഹൈക്കോടതി മറ്റൊരു വിധി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. പിന്നീട് സുപ്രീം കോടതി ഹൈക്കോടതിയോട് പുനഃപരിശോധിക്കാൻ പറയുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുൻപിലുള്ള ആദ്യത്തെ കേസല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇത് അന്തിമമായ വിധിയല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഞങ്ങൾ അവൾക്കൊപ്പമാണ്, ഞങ്ങൾ ഈ കേസിൽ സംതൃപ്തരല്ല, ഞങ്ങൾ ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ അല്ലെങ്കിൽ ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകാൻ കഴിയുമോ ആ അറ്റം വരെയും ഞങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് അപ്പീൽ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കേസിനകത്ത് സർക്കാരിന്റെ ഭാഗം ക്ലിയർ ആണെന്നും അതിനപ്പുറം ഈ ജുഡീഷ്യൽ അസസ്മെന്റിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് മനീഷ സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. ഒപ്പം ഒക്കെ പൂർണ്ണമായും വിധി കയ്യിൽ കിട്ടിയിട്ടില്ലാത്തതിന്റെ പരിമിതി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വിജയ് ഇന്ദു ചൂടൻ, ഇത് ഒരു സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ശരിക്കും. കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട കേസ് 8.5 വർഷം പൂർത്തിയാക്കിയപ്പോൾ പക്ഷെ അതിലെ ആസൂത്രകനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശ വലിയ വിഭാഗം ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലെന്താ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്? ആസൂത്രകനെ പിടിക്കണമെന്നാണോ, അയാളെ രക്ഷിക്കണമെന്നാണോ, അയാൾക്ക് നീതി കിട്ടിയെന്നാണോ, എന്താണ്? നിങ്ങൾക്ക് വല്ല നിലപാടുണ്ടോ? നിഷാദ്, ഇത് ആദ്യം തന്നെ ഞങ്ങളുടെ KPCCയുടെ സമാരാധനായ അധ്യക്ഷൻ വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും UDF എന്ന് പറയുന്ന ഈ സംഘടന, കോൺഗ്രസ് അത് അതിജീവിതയ്ക്കൊപ്പമാണ്. അത് വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞങ്ങളുടെ KPCC പ്രസിഡന്റ് ഈ പൊതുസമൂഹത്തിനോട് നിങ്ങളുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടും ഇന്ന് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പോൾ അതിനകത്ത് കോൺഗ്രസിന് യാതൊരു വിധമായിട്ടുള്ള ഇരട്ടത്താപ്പുമില്ല. കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ സംവിധാനം അത് അതിജീവിതയ്ക്കൊപ്പമാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇടത് സഹയാത്രിക വളരെ വാചാലയായതൊക്കെ ഞാൻ കേട്ടു. ഈ സർക്കാരിനെ പുകഴ്ത്തുന്നത് കാണുന്നതൊക്കെ വളരെ ഗംഭീരമായ സംഭവമാണ്. നിഷാദ് അവിടെ ഉന്നയിച്ച 2 ചോദ്യങ്ങൾ. ഒന്ന്, ഹൂ ഈസ് ദ കിങ് പിൻ? ഇതിന്റെ സൂത്രധാരൻ ആരാണ്? ഇതിനകത്തെ ഈ പറയുന്ന പോലെ ഈ നടിയെ ആക്രമിക്കപ്പെട്ട ഈ കേസിൽ അതിന്റെ സൂത്രധാരൻ ആരാണ്? ഈ കേരള പൊതുസമൂഹം കാത്തിരുന്നത് പൾസർ സുനിക്ക് ജീവപര്യന്തം കിട്ടുമോ എന്നുള്ളതൊന്നുമല്ല. അത് വളരെ വ്യക്തമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു മനുഷ്യന് ഏതെങ്കിലും
ഒരു ആളെ മുൻനിർത്തിക്കൊണ്ട് ആരാണ് ഇതിന് പുറകിൽ, ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ളതാണ് കേരള പൊതുസമൂഹത്തിന് അറിയേണ്ടത്. അതിൽ വമ്പേ അതിനകത്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റകൃത്യത്തിനകത്ത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസിൽ സർക്കാർ പരാജയപ്പെട്ടു പോയി, ഈ സർക്കാരിന്റെ തോൽവിയാണ് എന്നൊരു പൊസിഷൻ നിങ്ങൾക്കില്ലല്ലോ. ഗൂഢാലോചനക്കാരനുണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെന്നോ മറ്റോ ഒഴുക്കൻ മറ്റുള്ളൊരു വാദമാണ് പ്രതിപക്ഷ നേതാവ് അടക്കം. ഈ കേസിൽ പോലീസും പ്രോസിക്യൂഷനും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗൂഢാലോചകൻ ആര് എന്നതിൽ അവർക്കൊരു ഫ്രെയിം ഉണ്ടല്ലോ. അതിനകത്ത് ദിലീപാണ് ഗൂഢാലോചനക്കാരൻ. നിങ്ങളതിനെ ശരിവെക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അത് തന്നെയാണല്ലോ ഞങ്ങളുടെ ചോദ്യം ക്ലിയർ ആണോ? സംശയം ദിലീപ് ഇതിൽ ഗൂഢാലോചകനാണെന്ന പ്രോസിക്യൂഷൻ വാദത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ, അതോ ദിലീപിന് നിങ്ങൾ സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അതിനകത്തുള്ള പൊസിഷൻ? എന്താണ് അതിനകത്തുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. ഈ പറയുന്ന നടൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള പ്രോസിക്യൂഷന്റെ ഭാഗം വമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം. പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വാദിച്ചിട്ടുണ്ട്, ഈ തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു, ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പല ആളുകളും പറയുന്നു. ആ ഗൂഢാലോചന അത് തെളിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള ഈ പറയുന്ന അന്വേഷണത്തിൽ അതൊന്നും തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ പ്രോസിക്യൂഷന്റെ അമ്പായുള്ള പരാജയമാണ്. ആ പരാജയം പൊതുസമൂഹത്തിൽ വീണ്ടും പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി ഈ 6 പ്രതികൾക്കല്ലാതെ ഇതിനകത്തെ ആരാണ്, ഇതിന്റെ ബോസ് ആരാണ്, ഇതിന്റെ ഡോൺ ആരാണ്, ഇതിന്റെ കിങ് പിൻ ആരാണ് എന്നുള്ളത് തെളിയിക്കണമെന്നാണ് ഞങ്ങളുടെ വാദം. അല്ലാതെ പൾസർ സുനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന 5 പ്രതികളും ഈ പറയുന്ന പോലെ പിന്നാണെങ്കിൽ വിധി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ പ്രതിയാക്കി കേസ് കൊണ്ടുപോകണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇതിന്റെ പിന്നിൽ കളിച്ചതാണ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ്. ഈ പറയുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ, പ്രമുഖനായ ഒരു നടൻ ഉണ്ടെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള വാദങ്ങൾ ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാർ വമ്പേ പരാജയപ്പെട്ടു ഇതിനകത്ത് നടൻ ദിലീപുമായി ബന്ധപ്പെട്ടാണ് പ്രോസിക്യൂഷൻ കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളതെന്ന് കാണുക. അതിജീവിത എന്ന് പറയുന്ന ഇര അനുഭവിച്ച നടി, അവരുടെയും ആക്ഷേപം ഇതിൽ ദിലീപ് തന്നോട് വൈരാഗ്യത്തോടെ പ്രവർത്തിച്ചു എന്നാണ്. കോടതിയിൽ അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചു അതാണല്ലോ. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ, അതിജീവിതയുടെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ അവരെന്താണോ ഈ കേസിൽ കാണുന്ന കാര്യം, അവരെന്താണോ ഈ കേസിൽ കാക്ഷിക്കുന്ന കാര്യം, അതിൻ്റെ കൂടെ പൂർണ്ണമായി നിങ്ങൾ നിൽക്കുന്നുണ്ടോ? അതോ നടനാണെങ്കിൽ നടനെ ശിക്ഷിക്കട്ടെ, വേറെ ആരെങ്കിലും ആണെങ്കിൽ വേറെ ശിക്ഷിക്കട്ടെ എന്ന ഒരു ലൈനാണോ നിങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കുക. ഒരിക്കലുമല്ല. ഇതിനകത്ത് ആദ്യം തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഈ നടനിലേക്കാണ്. ആ നടനാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ട് നമുക്കിപ്പോൾ അത് പറയാൻ കഴിയില്ല. കാരണം ഒരു ആസ് എ സിറ്റിസൺ, ഒരു പൗരനെന്ന നിലയിൽ ഈ സെഷൻസ് കോടതിയുടെ വിധിയെ ഞാൻ ഇപ്പോൾ മാനിക്കുന്നു. അത് കാരണം ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് നമ്മളെല്ലാവരും ആ വിധിയെ മാനിക്കുവാൻ, ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ആ വിധി ഉൾക്കൊള്ളുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആസ് എ സിറ്റിസൺ. അപ്പോൾ ഞാൻ ആ വിധിയെ മാനിക്കുന്നു. പക്ഷേ ആ വിധിയല്ല യഥാർത്ഥ വിധി എന്നുള്ളത്. ആ പ്രോസിക്യൂഷൻ വളരെ വീക്ക് ആയതുകൊണ്ട്, പോലീസ് സംവിധാനം വളരെ വീക്ക് ആയതുകൊണ്ട്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ വളരെ വീക്ക് ആയതുകൊണ്ടാണ് ആ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. അല്ല, എന്റെ ചോദ്യം വിധിയെ മാനിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. വിധിയെ മാനിക്കണമെന്നൊരു നിയമം ഇവിടെ ഇല്ല. വിധിയെ മാനിക്കാതെ ഇരിക്കാം. ഈ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ വിധി തെറ്റാണെന്ന് പറയാം, ഈ വിധിക്കെതിരെ അപ്പലേറ്റ് കോർട്ടിൽ പോകാം, അതിനൊക്കെ കഴിയുമല്ലോ. എല്ലാ വിധിയെയും മാനിക്കണമെന്നൊരു സൗകര്യവാചകമാണ്. അതിന്റെ ആവശ്യമൊന്നും നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ നിലപാടുണ്ടാവുമല്ലോ ഇതിനകത്ത്. അതിജീവിത എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിച്ച എന്താണ്? ഞാൻ പറഞ്ഞ അതിജീവിത എന്ന് പറഞ്ഞ നടി ആഗ്രഹിച്ച കാര്യം നടന്നിട്ടില്ല. വിധിയെ മാനിക്കില്ല എന്ന് ഒരിക്കൽ പോലും ഞാൻ പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ സിറ്റിസൺ, ഒരു പൗരൻ എന്ന നിലയിൽ അത് കീഴ്ക്കോടതിയാണെങ്കിലും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം, നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിൽ വരുന്ന നീതിന്യായ വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ വിധികളെയും അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ സിസ്റ്റം, ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സൈഡും ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന മറ്റൊരു സൈഡുമുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ അതൊരു വിധി കൽപ്പിക്കുകയാണെങ്കിൽ ഒരു കീഴ്ക്കോടതി ഒരു വിധി പറഞ്ഞാൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അപ്പലേറ്റ് കോർട്ടിൽ പോയി നമ്മൾ മറ്റൊരു വിധി സമ്പാദിക്കുന്ന പറയുന്നത് അനുസരിക്കാൻ നമ്മൾ നിർബന്ധരാണ് എന്ന് നിർത്തിയാൽ നമ്മളത് മാനിക്കാൻ, നമ്മളങ്ങനെ ഹൃദയം കൊണ്ട് മാനിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല ശരി. അല്ല, പിന്നെ ഈ ഇന്നത്തെ UDF കൺവീനറുടെ വാചകം കൂടി പറയും. UDF കൺവീനർ രാവിലെ ആനന്ദഭരിതനായി പറയുകയാണ് അദ്ദേഹം. UDF കൺവീനർ ആനന്ദഭരിതനായി പറയുന്നു അദ്ദേഹത്തിന് നീതി കിട്ടി, സർക്കാരിന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോവുകയാണ് എന്ന് പറയാം. കേരളം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെയാണോ നിങ്ങൾ കേസിനെ കൈകാര്യം? ചാനൽ രണ്ടാമത് അതെ
അദ്ദേഹം ഞങ്ങളുടെ UDF കൺവീനർ, അദ്ദേഹം ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളും, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് അത് പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ കൊടുത്ത ആ ബൈറ്റ് ഞാൻ കണ്ടതാണ്. നിങ്ങളെ ആ UDF കൺവീനർ നിങ്ങളെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ആ ഇരയെന്ന് പറയുന്ന ആ നടിക്കൊപ്പമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള UDF നടിയുടെ കൂടെയാണ്, കോൺഗ്രസ് നടിയുടെ കൂടെയാണ് എന്ന് മാത്രമല്ല, ഈ കേസിൽ സർക്കാർ പരാജയപ്പെട്ട ആക്ഷേപം കൂടി ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ്. ശ്രീ മിഥുൻ വിജയകുമാറിന്റെ കൂടെയാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, ഈ കേസിൽ നീതി നടപ്പിലായിട്ടില്ല എന്ന് ഒരു വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നു. ഒരു വിഭാഗം ആൾക്കാരല്ല, ആ ഇര വിചാരിക്കുന്നുണ്ട്, അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രോസിക്യൂഷനും പോലീസും ഒക്കെയും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഗൂഢാലോചകനില്ല ഈ കേസിൽ എന്ന മട്ടാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതിലേറ്റവും ആനന്ദം നൃത്തമാടുന്നത് സംഘ് പരിവാർ പ്രൊഫൈൽസ് ആണ്. അതിന്റെ കാര്യം എന്തായിരിക്കും മിഥുൻ? നോക്കൂ നിഷാദെ, ഞാനിവിടെ CPM-ന്റെ വാദവും കേട്ടു, കോൺഗ്രസിന്റെ വാദവും കേട്ടു. ഇവരൊക്കെ തന്നെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊന്നുമില്ലെങ്കിലും ഈ വിഷയം 2021 മുതൽക്കേ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ നിഷാദിന്റെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പം ഞാൻ നിഷാദിനോട് ചോദിക്കുകയാണ്, അന്നൊക്കെ തന്നെ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ദിലീപിന്റെ കയ്യിൽ രഹസ്യ സ്വഭാവമുള്ള കോടതിയുടെ ഡോക്യുമെന്റ്സ് കിട്ടുന്നു, ദിലീപിന്റെ കയ്യിൽ ദിലീപിന്റെ മൊബൈലിൽ ചില കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും. അന്നൊന്നും കോടതിയിൽ ഈ വിഷയങ്ങൾ എത്തുമ്പോൾ അതിനൊന്നും ഒരു പ്രസക്തിയില്ല, കോടതി അതിനെയൊക്കെ തള്ളിക്കളയുന്നു എന്ന മട്ടിലായിരുന്നു നമ്മൾ അതിനെ കണ്ടത്. ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചെറിയൊരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ കോൺസ്പിറസിയെ ബന്ധപ്പെട്ട് IPC 120B ചാർജ് ചെയ്യപ്പെട്ടു. ദിലീപ് മാസ്റ്റർ മൈൻഡ് ആണെന്ന് ആക്ച്വലി പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടിയിരുന്നു. തെളിയിക്കാൻ സാധിച്ചോ? കോടതിയിൽ പരാജയപ്പെട്ടല്ലോ. മോട്ടീവ് തെളിയിക്കാൻ സാധിച്ചോ? പേഴ്സണൽ ഗ്രഡ്ജ് ആണെന്നാണ് പറയുന്നത്. പേഴ്സണൽ ഗ്രഡ്ജ് തെളിയിക്കാനുള്ള ഒരു എവിഡൻസും ഇവരുടെ കയ്യിലില്ല. ഗ്യാങ് റേപ്പിന്റെ ചാർജ് IPC 376D ചാർത്തി കൊടുത്തു. എന്തായി? എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നും തെളിയിക്കാനുള്ള പ്രൂഫ് ഇവരുടെ കയ്യിലില്ല. ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ് IPC 201 ഇവിടെ വക്കീലിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ IPC സെക്ഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നത്. IT വയലേഷൻസിന്റെ ആക്ട് അത് പ്രകാരം ദിലീപിന്റെ ഫോണിലേക്ക് പല ഡാറ്റയും ചോരുന്നു. ഈ ഡാറ്റ എല്ലാം ദിലീപിന് കിട്ടുന്നുണ്ട്, കോടതിയുടെ ഡോക്യുമെന്റ്സ് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും തെളിയിക്കാൻ കോടതിയിൽ സാധിച്ചോ? അദ്ദേഹത്തിനെതിരെ നടന്നത് ഒരു മാധ്യമ ക്യാമ്പയിൻ ആയിരുന്നു എന്ന് കേരളത്തില് ഈ വിഷയം ഒബ്സർവ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അറിയാം. ഇന്ന് കോടതിയുടെ വിധി വരുമ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് വന്ന വിധിയല്ല നിഷാദെ. ഇത് എത്രയോ വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇതിൽ ഓരോ ഘട്ടത്തിലും വധശ്രമം അല്ലെങ്കിൽ മർഡർ കോൺസ്പിറസി, വധഗൂഢാലോചന, ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെതിരെ വധഗൂഢാലോചന നടത്തുന്നു. എന്തായി കോടതിയിലെത്തിയപ്പോ? അപ്പൊ അത് ഇപ്പോഴും ഒരു സെപ്പറേറ്റ് കേസായിട്ട് അവിടെ പോകുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ബെയിൽ കണ്ടീഷൻസ് റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹർജികൾ മുന്നോട്ട് പോയി. ബെയിൽ റദ്ദാക്കാൻ സാധിച്ചു. കാരണം ദിലീപിനെതിരെ പ്രൂവ് ചെയ്യാനുള്ള ഒരൊറ്റ എവിഡൻസ് പോലും പ്രോസിക്യൂഷൻ നിരത്താൻ സാധിച്ചില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ ഒരു വാദം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും, ഒന്നുകിൽ ഇവിടെ ദിലീപ് കുറ്റക്കാരനാണ്. ഇവിടെ CPM-ന്റെ പ്രതിനിധി അവരുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ നിഷാദിനെ ചോദ്യം ചെയ്തുകൊണ്ട് തുടങ്ങിയത് തന്നെ. കാരണം അത് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഞങ്ങൾ ഇരയോടൊപ്പം നമ്മൾ ആരും ഇരയോടൊപ്പം അല്ലേ? നമ്മൾ ഇരയോടൊപ്പം തന്നെയാണ്. പക്ഷെ അവരോട് ചോദിച്ചൊരു കാര്യം, താങ്കളുടെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നാണ്. അപ്പൊ താങ്കളുടെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല എങ്കിൽ അവർ അംഗീകരിക്കുന്നുണ്ടോ? അവിടെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കുന്നുണ്ടോ? കേരള സ്റ്റേറ്റ് പോലീസിന്റെ അന്വേഷണം പരാജയപ്പെട്ടു എന്ന് അവർ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഹയർ അപ്പീലിന് പോയിക്കോളൂ. പക്ഷെ ഇപ്പം നിലവിൽ നിൽക്കുന്ന വിധി പ്രകാരം ദിലീപ് കുറ്റവിമുക്തനാണ്. അപ്പൊ അത് അംഗീകരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണം. അത് കാണിക്കാതെ ഇന്നും അയാൾ കുറ്റാരോപിതനാണ്, അയാൾ ആസൂത്രകനാണ്, അയാൾ ഇതിൽ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അയാൾക്കെതിരെയുള്ള എല്ലാ വാദങ്ങളും കോടതിയിൽ പൊളിഞ്ഞതിന് ശേഷമല്ലേ ഈ പറയുന്ന വിധി വന്നത്? അപ്പം അത് അംഗീകരിക്കാനുള്ള ഒരു ബേസിക് മര്യാദയെങ്കിലും നമ്മൾ കാണിക്കട്ടെ നിഷാദെ. ഇതില് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് TP സെൻകുമാർ 2017 ഇന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വേണ്ടത്ര എവിഡൻസ് ഒന്നും തന്നെ ഗ്യാദർ ചെയ്യാതെ ദിലീപിനെ ആദ്യം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പലപ്പോഴും എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യാനും നോക്കുകയായിരുന്നു പോലീസ്. 2017 TP സെൻകുമാർ നമ്മുടെ സ്റ്റേറ്റ് പോലീസിന്റെ ഹെഡാണ്. അന്നായിരുന്നു ഈ കേസ് ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം റിട്ടയർ ആവുന്ന 2017 തന്നെയാണ് വിചാരിക്കുന്നു. പക്ഷെ ഈ കേസ് ആരംഭിച്ച സമയത്ത് അദ്ദേഹം സ്റ്റേറ്റ് പോലീസിന്റെ ഹെഡായിരുന്നു.
അപ്പൊ അന്നത്തെ ഒരു പോലീസ് മേധാവിയുടെ സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പൊ അതിനൊന്നും പ്രസക്തിയില്ല. ഇവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ ഒരു പ്രത്യേക ചാനൽ ദിലീപിനെതിരെ ഒരു ക്യാമ്പയിൻ പോലെ നടത്തുകയായിരുന്നു. എല്ലാ ദിവസവും ദിലീപുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ദിലീപിന്റെ വിഷയത്തിൽ മെമ്മറി കാർഡ് വിഷയം, മറ്റേ വിഷയം, മറിച്ചേ വിഷയം, ഈ പറയുന്ന പോലെ ദിലീപിന് രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞു. എന്തായിരുന്നു അത്? കോടതിയുടെ A1 ഡയറി, കോടതിയുടെ ഡെയിലി ഷെഡ്യൂൾ നോക്കുന്ന ഡയറി. അതെന്തായിരുന്നു? ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണത്. പിന്നെ ഇവിടെ വെറും സാക്ഷിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, കുറെ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ. അവരോട് എനിക്ക് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദിലീപിന്റെ ഭാര്യയുടെ സ്ത്രീയല്ലേ, അവരെ എത്രത്തോളം മാധ്യമങ്ങൾ വിചാരണ ചെയ്തു? കാവ്യ മാധവനുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു എൻക്വയറി നടത്തുമ്പോൾ അതിന് മാധ്യമങ്ങൾ അടിച്ചു വരുന്നത് എന്താ അറിയോ? കാവ്യ മാധവനെ ചോദ്യം ചെയ്തു. മറ്റ് സാക്ഷികളായിട്ടുള്ള ആളുകളുടെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് മറ്റ് സാക്ഷികളുമായി പോലീസ് ഒരു ഇന്റർഗേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം അതൊരു ചർച്ചയാണ്, ബേസിക്കലി ഒരു ഡിസ്കഷനാണ്. അത് നടത്തുമ്പോൾ അതിൽ വരുന്നവരെ അവരുടെ മൊഴിയെടുക്കുന്നു. കാവ്യ മാധവനുമായി ബന്ധപ്പെട്ടത് വരുമ്പോൾ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ ദിലീപിന്റെ കുടുംബത്തെ ആക്രമിക്കുക, ദിലീപിനെ പേഴ്സണലി ആക്രമിക്കുക, 8-9 വർഷമായി ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കുക, എന്നിട്ട് ഇപ്പോഴും വന്നിട്ട് പറയുക അയാൾ കുറ്റക്കാരനാണ്. ഞാനിവിടെ CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഇതിലെ മറ്റെല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെട്ടതാണ്. ഇല്ല, 7ാം പ്രതിയും കുറ്റവിമുക്തനാണ്. അദ്ദേഹം ചെയ്ത കുറ്റം എന്താ താങ്കൾക്കറിയോ? ഏഴാം പ്രതിയായിട്ടുള്ള വ്യക്തിയെ കോടതി കുറ്റവിമുക്തനായിട്ടുണ്ട്. 9ാം പ്രതിയും കുറ്റവിമുക്തനായിട്ടുണ്ട്. ഇവരുടെയൊക്കെ കുറ്റം എന്താ താങ്കൾക്കറിയോ? അറിയോ? ഞാൻ എന്റെ സമയം തരാം. ഞാൻ CPM-ന്റെ പ്രതിനിധിക്ക് എന്റെ സമയം കൊടുക്കാം. ഈ പറയുന്ന 2 വ്യക്തികളെ കൂടെ കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് ധാരണയുണ്ടോ? അപ്പൊ ഇവിടെ ദിലീപ് കുറ്റക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ അതിയായ ശ്രമം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കോടതി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നിഷാദെ. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിചാരണ കേൾക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോണ്ട് ബി ദ അവെഞ്ചിങ് ഏഞ്ചൽ ഓഫ് ദ പെറ്റീഷണർ. അതായത് പരാതിക്കാരിയുടെ ഒരു പ്രതികാരദാഹിയായ മാലാഖിയായി മാറേണ്ട ആവശ്യം താങ്കൾക്കില്ല. താങ്കളുടെ ജോലി എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞ പോലെ എവിഡൻസ് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വാദിക്കുക എന്നാണ്. അപ്പൊ എവിഡൻസ് അല്ല നമുക്ക് പ്രധാനം. ഇവിടെ പ്രോസിക്യൂഷനും തെളിയിക്കാൻ സാധിച്ചില്ല, സ്റ്റേറ്റ് പോലീസിനും തെളിയിക്കാൻ സാധിച്ചില്ല. ഇതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോഴും അതിജീവിതയ്ക്കൊപ്പം അപ്പോ ദിലീപിനെതിരായിട്ടുള്ള ഒരു സംഗതി പ്രൂവ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസ് പ്രതികാരദാഹത്തോടെ വേട്ടയാടിയതാണ്. മിഥുൻ, ഈ കേസിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോഴല്ലോ, ശരി ആശാന്മാർ വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. ശരി, മിഥുൻ യോജിച്ചു പോകാൻ നമുക്ക് സാധിക്കില്ല. നിഷാദ്, അല്ല മിഥുൻ, ഇപ്പൊ ഈ കേസ് നടന്നു പോകുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്തൊരു കിൻപിൻ ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ ഭയങ്കരമായിട്ടുള്ള അട്ടിമറികളുടെ സാക്ഷികൾ ഹോസ്റ്റലാവുന്നതിൻ്റെ മൊഴികൾ മാറ്റി, കേരളത്തിന് തന്നെ പരിചിതമായ വിവരങ്ങൾ അങ്ങനെ ഇല്ല എന്ന് ചില താരങ്ങൾ പോയി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വ്യാജ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള പോലെയുള്ള ദിലീപിനെതിരായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ദിലീപിനെ കുറിച്ച് നിങ്ങൾ കുറെ പോസിറ്റീവായ സംഗതികൾ പറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ കേസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. അതിനെക്കുറിച്ചുള്ള കമന്റ് എന്താണ്? നിഷാദെ, ഇതിലെ എല്ലാ വാദങ്ങളും, നിഷാദ് ഈ പറഞ്ഞ കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വിഷയങ്ങളാണ്. ഇതിലൊന്നും തന്നെ പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അവിടെയാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത്. പ്രോസിക്യൂഷന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ? അവരാ പറയുന്ന സീൻ പോലും റിക്രൂട്ട് ചെയ്യാൻ നോക്കി. ദിലീപിന്റെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുന്ന വെറുതെ കുറ്റം മുക്തനാണെന്ന് കോടതി പറഞ്ഞ നടനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വലത് നിരീക്ഷകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല മനീഷ, വലത് നിരീക്ഷകൻ ദിലീപിനെ ന്യായീകരിക്കുകയാണ് എന്ന് പറയേണ്ടതില്ല, അദ്ദേഹം ന്യായീകരിക്കുകയാണ്. അദ്ദേഹത്തിന് ദിലീപിന്റെ ഭാഗത്ത് തെറ്റില്ല. ശരി മനീഷ, എന്റെ പോയിന്റ് ഇതാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ ഒരു കേസ് എടുത്തു, ആ കേസിന് വലിയ പുകിലാക്കി മാറ്റി, പക്ഷെ ആ കേസ് നിങ്ങൾ തോറ്റു, നിങ്ങൾക്കത് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ അപ്പുറത്തെ ആൾക്കാർ ബഹളം വയ്ക്കും, സ്വാഭാവികമല്ലേ? അതിന് നിങ്ങൾ വേർത്തിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ഒരു വേർപ്പുമില്ല നിഷാദെ. നിങ്ങൾ അങ്ങനെ വേർത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ അംഗീകരിക്കാനും കഴിയില്ല. ഞങ്ങൾ എന്താ ഈ കേസിനകത്ത് ചെയ്തിട്ടുള്ളത്? ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രോസിക്യൂഷൻ എന്തൊക്കെ തെളിവുകളാണ് ഈ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത്? ഞങ്ങൾ ഹാജരാക്കിയിട്ടുള്ള തെളിവുകളെ കുറിച്ചൊക്കെ ഞാൻ പറയാം. എന്തായാലും CPM-ന്റെയും സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള നിലപാട്, ഞങ്ങൾ ഈ കേസിലെ വിധിക്കെതിരെ ഏതറ്റം വരെയും അപ്പീൽ പോകുമെന്നും ഞങ്ങൾ അതിജീവിതയായിട്ടുള്ളവർക്കൊപ്പം എക്കാലവും നിലനിൽക്കും എന്ന് തന്നെയാണ്. അത് ഞാൻ ചോദിക്കട്ടെ മനീഷ, ഇതിന്റെ സാങ്കേതികതയിലേക്ക് പോകുന്ന ഈ ചർച്ചയുടെ ഒരു സ്വഭാവം കെടുത്തിക്കളയെന്ന് വിചാരിക്കുന്നത് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഈ ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദിലീപിന് എന്താണ് ഈ പൾസർ സുനിയൊക്കെ കൂടി കാണിച്ചു കൂട്ടിയ ഈ പരിപാടിയിൽ ദിലീപിന് താല്പര്യമുണ്ടെങ്കിൽ
ദിലീപിന്റെ മോട്ടീവ് എന്താണെന്ന് തെളിയിക്കണമല്ലോ. ദിലീപിന്റെ മോട്ടീവ് തെളിയിക്കാൻ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് എന്തൊക്കെയാണ്? നിഷാദ്, നിങ്ങൾ ഈ കേസിലെ കുറ്റപത്രം വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ കുറ്റപത്രത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്നു പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും ഇപ്പൊ വലത് നിരീക്ഷകൻ എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഈ കേസിലെ 8ാം പ്രതിയെ ന്യായീകരണവും വാദവുമായിട്ട് വന്നിരിക്കുന്ന വ്യക്തിയും ഇവർ രണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഇതിനകത്ത് പ്രോസിക്യൂഷന് വലിയ ഫെയിലിയർ ഉണ്ടായെന്നാണ്. പ്രോസിക്യൂഷൻ ഇപ്പോഴും പറയുന്നു ഞങ്ങൾ ഈ കേസിനകത്ത് ഈ വിധിക്കെതിരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഒന്നേ ഉള്ളൂ മനീഷ. സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. എന്തുകൊണ്ട് പ്രോസിക്യൂഷനും കേരളത്തിന്റെ സർക്കാർ സംവിധാനവും പോലീസും തോറ്റുപോയി? എന്തുകൊണ്ട് പ്രോസിക്യൂഷന് ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയും വലത് നിരീക്ഷകനും എന്തുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്കത് തെളിയിക്കുവാൻ സാധിച്ചില്ല? ഗൂഢാലോചന എന്തുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു? അതിനെക്കുറിച്ച് മനീഷ പറയൂ. ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയും വലതു നിരീക്ഷകരും നിങ്ങളുടെ കാര്യം പറയുന്നേ. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ്. ഈ കേസ് റിപ്പോർട്ട് ചെയ്ത നിമിഷം മുതൽ കേരളത്തിലെ സർക്കാർ സമീപിച്ച സ്വീകരണം ഏത് രീതിയിലുള്ളതായിരുന്നു? സർക്കാർ ഏത് തരത്തിലാണ് ഈ കേസിനോട് ഇടപെട്ടത്? ഈ കേസിൽ ഏത് അന്വേഷണ സംഘത്തെയാണ് സർക്കാർ നിയോഗിച്ചത്? അന്വേഷണ സംഘം എത്ര ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചത്? സർക്കാർ തുടക്കത്തിൽ മനീഷ ഞാൻ പറയുന്നത് എന്റെ പോയിന്റ് ഇതാണ്. മനീഷ ഇതിനകത്ത് നിങ്ങൾ തുടക്കത്തിൽ ഇതിന്റെ അന്വേഷണ ഘട്ടത്തിൽ അല്ല മനീഷ വീണ്ടും പ്രതിനിധി എന്താ പറഞ്ഞത്? ഒറ്റക്കാര്യം പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത് ഈ കാര്യം കൂടി നിങ്ങൾ കേട്ടോളൂ. കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുകയാണ്, ഈ വിധിക്കെതിരെ അപ്പീൽ പോകും എന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണകൂടത്തോട്, ഒരു പ്രോസിക്യൂഷനോട് കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ് നിങ്ങൾ എന്താണ് ഇരയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന്. അത് പറയേണ്ട കോൺഗ്രസിന്റെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ് ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്ന്. ഇത് എങ്ങനെയാ അവർക്ക് പറയാൻ കഴിയുക? ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് വേട്ടക്കാരനോടൊപ്പം ഹൈസ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോ കോൺഗ്രസിന്റെ UDFന്റെ കൺവീനർ നമ്മുടെയൊക്കെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നത് എന്താ? ഇങ്ങനെ അപ്പീൽ പോകാൻ വേറെ വല്ല പണിയുണ്ടോ എന്നാണ് പ്രോസിക്യൂഷനോട് UDFന്റെ കൺവീനർ ചോദിച്ചിട്ടുള്ളത്. ആ UDF കൺവീനർ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി വന്നിട്ട് പ്രോസിക്യൂഷനോട് ചോദിക്കില്ല നിങ്ങൾ എന്താ ഈ കേസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് ഇതുവരെ ഈ കേസിനകത്ത് ചെയ്തത്? ഞങ്ങളുടെ ഒരു മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഒരു കാര്യം ഒന്ന് പറയട്ടെ. അതായത് ഇപ്പം ഒരു അന്വേഷണ ഘട്ടത്തിൽ സർക്കാർ വളരെ അഗ്രസീവായ പൊസിഷൻ എടുത്തിരുന്നു എന്നതുകൊണ്ട് ഈ കേസിലെ ബാക്കി മുഴുവൻ കാര്യങ്ങളും സാധൂകരിക്കപ്പെട്ടോണം അതിന്റെ ചുവട് പിടിച്ച് എന്ന അഭിപ്രായം എനിക്കില്ല. സർക്കാർ പലപ്പോഴും അഗ്രസീവായ പൊസിഷൻ എടുത്ത പല കാര്യങ്ങളിൽ നിന്നും സർക്കാർ പിന്നീട് പിന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ തന്നെയും ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് ഈ കേസ് നോക്കൂ. ഈ കേസിന് തുടക്കത്തിൽ സർക്കാരിന് അഗ്രസീവ് പൊസിഷൻ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഹേമ കമ്മിറ്റി വരുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഈ സർക്കാർ സ്വീകരിച്ച വഞ്ചനാപരമായ സമീപനം എന്താണ്? അത് പൂഴ്ത്തിവെച്ചത് എങ്ങനെയാണ്? പേജുകൾ അടർത്തി മാറ്റിയത് എങ്ങനെയാണ്? ഇപ്പോഴും അതിന്റെ സ്റ്റേറ്റസ് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഈ കേസിന്റെ കോസിനോട് പൂർണ്ണമായും ചേർന്നേ നിൽക്കുകയാണ് സർക്കാർ എന്ന അഭിപ്രായം ഞാൻ പങ്കുവെക്കുന്നില്ല. ശബരിമല നോക്കൂ, സർക്കാരും തുടക്കത്തിൽ അഗ്രസീവായിട്ടുള്ള വലിയ നവോത്ഥാന നിലപാടുണ്ടായിരുന്നു, പിന്നീട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തുടക്കത്തിൽ ആ നിലപാടുണ്ടായിരുന്നു എന്നതിന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് അവസാനം വരെ തരണം എന്ന് പറയാൻ കഴിയില്ല. എന്റെ ചോദ്യം, ഈ കേസ് തോറ്റുപോയി. ഈ കേസിൽ അതിന്റെ ബേസ് തകർത്തിട്ടാണ് നിങ്ങൾ ഇതുമായിട്ട് അപ്പലേറ്റ് കോടതിയിലേക്ക് പോകുന്നതെങ്കിൽ എവിടെയും നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ആ ആത്മവിശ്വാസം ദിലീപ് പ്രകടമാക്കുകയാണ്. അയാളിപ്പോൾ പോലീസിനെതിരെ കേസ് കൊടുക്കാൻ കൂടി പോകുന്നു. അപ്പോൾ ഇത് അപ്പലേറ്റ് കോടതിയിൽ ഞങ്ങൾ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ ഇപ്പോൾ തോറ്റുപോയി. ഈ ഉണ്ടാക്കിയ നിരാശ വളരെ വലുതാണ്. അതിന്റെ രാഷ്ട്രീയമായ മറുപടി ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലേ എന്നാണ് ചോദ്യം. നിഷാദ്, ഈ കേസിനകത്ത് 8ാം പ്രതി ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കോടതി മുമ്പാകെ ഫയൽ ചെയ്തു. പ്രോസിക്യൂഷൻ ശക്തമായിട്ട് എതിർത്തു. ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളി. ഈ കേസിലെ പ്രതികൾ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു CMP ഫയൽ ചെയ്തു. പ്രോസിക്യൂഷൻ ശക്തമായിട്ട് എതിർത്തു. കോടതി ആ കേസും തള്ളിക്കളഞ്ഞു. ഈ കേസിൽ 121 135 സാക്ഷികൾ, നിങ്ങൾ കുറ്റപത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാകും. ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു കേസ് വന്നു. കേരളത്തിലെ പോലീസ്, ബേക്കൽ പോലീസും PG പോലീസും FIR ഇട്ടു. ഈ കേസിൽ 28 പേരാണ് ഈ കേസിനകത്ത് കൂറുമാറി. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ വലത് നിരീക്ഷകൻ വലിയ രീതിയിൽ ദിലീപിന് വേണ്ടി വാദിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഈ കേസിനകത്തെ 234ാമത്തെ സാക്ഷിയാണെന്നാണ് തോന്നുന്നത്. 234 സാക്ഷി ഉല്ലാസ് ബാബു
ഉല്ലാസ് ബാബു ഇപ്പോ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലെ മുല്ലശ്ശേരി ഡിവിഷനിലെ പ്രതിനിധീകരിക്കുകയാണ്. പക്ഷെ ആ സാക്ഷി ഈ കേസിൽ നിന്ന് കൂറുമാറി. അപ്പോൾ ഇതാണ് കേസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഏതാണ്ട് 1427ഓളം വരുന്ന എക്സിബിറ്റുകളാണ് കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 142 തൊണ്ടിമുതലുകളാണ് ഹാജരാക്കിയിട്ടുള്ളത്. ഈ കേസിൽ പ്രോസിക്യൂഷൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഈ കേസിനകത്ത് അലംഭാവം ചെയ്തോ എന്നുള്ളത് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഈ വിധിക്കെതിരെ ഏത് അറ്റം വരെയും പോകുമെന്ന്. ഒരു കേസിലും ജില്ലാ കോടതി കൊണ്ട് അവിടം കൊണ്ട് നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല. ഇനി നമ്മുടെ മുമ്പിൽ ഹൈക്കോടതിയുണ്ട്, ഇനി നമ്മുടെ മുമ്പിൽ സുപ്രീം കോടതിയുണ്ട്. ഈ കേസിൽ നിർണായകമായ തെളിവ് എന്തായിരുന്നു? ഈ കേസിൽ നിർണായകമായ തെളിവ് എന്ന് പറയുന്നത് മെമ്മറി കാർഡായിരുന്നു. ആ മെമ്മറി കാർഡ് 8ാം പ്രതിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 8ാം പ്രതി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കോടതി മുമ്പാകെ ഒരു CMP ഫയൽ ചെയ്തു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ആ CMP എന്തുകൊണ്ടാണ് ജില്ലാ കോടതി തള്ളിക്കളഞ്ഞത്? പിന്നീട് ആ CMP തള്ളിക്കളഞ്ഞതിനെതിരെ 8ാം പ്രതി തന്നെ ഹൈക്കോടതിയിൽ പോകുന്ന സ്ഥിതി ഉണ്ടായി. അന്ന് പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിച്ചു. എന്തായിരുന്നു ആ വാദം? ഈ പറയുന്ന മെമ്മറി കാർഡ് തൊണ്ടി മുതലാണ് എന്നും ഇത് തെളിവായി കണക്കാക്കാൻ ഡോക്യുമെന്റായി, തൊണ്ടി മുതലാണോ തെളിവാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഡോക്യുമെന്റായി കണക്കാക്കാൻ കഴിയില്ല എന്നും ഇത് തൊണ്ടി മുതലാണ് എന്നും പറഞ്ഞുകൊണ്ട് ശക്തമായ വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഡോക്യുമെന്റ് ആണെങ്കിൽ അതിന്റെ പകർപ്പ് പ്രതിക്ക് കൊടുക്കേണ്ടതുണ്ട്. ആ വസ്തുത നിലനിൽക്കെ തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായ വാദം ഉന്നയിച്ചു. ഈ പറയുന്ന ഡോക്യുമെന്റ്, ഈ പറയുന്ന മെമ്മറി കാർഡ് ഒരു തൊണ്ടി മുതലാണ്, അതുകൊണ്ട് ഇത് പ്രതിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് ശക്തമായ വാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലും ആ കേസ് തള്ളിപ്പോയി. പിന്നീട് അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിലും പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിച്ചു. ഇതൊരു തൊണ്ടി മുതലാണ്, ഇത് പ്രതിക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ല, പ്രതിക്ക് തൊണ്ടി മുതൽ കൊടുക്കാൻ കഴിയില്ല എന്ന വാദം ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ട് ആ കേസ് സുപ്രീം കോടതിയിലും തള്ളിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോ ഇങ്ങനെ ദൃശ്യങ്ങൾ കോടതിയിൽ മാത്രം കേട്ടാൽ മതി എന്ന വാദം ഉന്നയിച്ചു. ഇനി അതിജീവിത തന്നെ എന്താ പറഞ്ഞത്? കോടതി മുമ്പാകെ അതിജീവിത പറഞ്ഞത് ഈ കേസിന്റെ വിചാരണ കേൾക്കാൻ ഒരു വനിതയായ ജഡ്ജിയെ നിയോഗിക്കണമെന്ന് പറഞ്ഞു. പ്രോസിക്യൂഷൻ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ വനിതാ ജഡ്ജിയെ കേസിൽ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ പ്രോസിക്യൂഷൻ ഈ കേസിനകത്ത് അലംഭാവത്തിന് ശ്രമിച്ചു എന്ന് നിങ്ങൾ ഉന്നയിക്കാവുന്ന വാദങ്ങൾ നിങ്ങൾ ഈ കേസിലെ കുറ്റപത്രം ഒരു തരത്തിലും വായിക്കാത്തത് കൊണ്ടാണ് എന്ന് അടിയുറച്ച് പറയാൻ എനിക്ക് കഴിയും. മാത്രമല്ല, ഈ കേസ് തുടക്കം മുതൽ തന്നെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് എന്നും കുറ്റപത്രത്തെ ഞാനോ മനീഷയോ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമുണ്ടോ? കോടതിയിൽ നിലനിൽക്കുന്ന കുറ്റപത്രം ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് അല്ല. ഞാൻ പറയുന്നത് മനീഷ, ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ ഒരു സാധനമാണ്. ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ മനീഷ, ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ ഒരു പേപ്പറാണ്. ചാർജ് ഷീറ്റ് ഏകപക്ഷീയമായ ഒരു പേപ്പറാണ് മനീഷ. ചാർജ് ഷീറ്റ് ഒരു ഏകപക്ഷീയമായ പേപ്പറാണ്. ചാർജ് ഷീറ്റ് അല്ല, ചാർജ് ഷീറ്റ് ഈ ചാർജ് ഷീറ്റിന്റെ മഹാത്മ്യം പറയല്ലേ? ചാർജ് ഷീറ്റ് ഏകപക്ഷീയമായ ഒരു പേപ്പറാണ്. ചാർജ് ഷീറ്റ് ഏകപക്ഷീയമായ പേപ്പറാണ്. ആ പേപ്പർ കൊണ്ടുപോയി രാമൻപിള്ളയോട് വാദിക്കാൻ പറ്റണം, അതിനുള്ള സംഗതി ഉണ്ടാക്കണം. അതിന് നിങ്ങൾ പരാജയപ്പെടുന്ന പോയിന്റ് കാണിച്ചെന്ന് പറയാൻ കഴിയുക അവർക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുക? എങ്ങനെ? ഇല്ല ഒരു സെക്കൻഡ്. ഈ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി പോലീസ് ഉണ്ടാക്കുന്ന പേപ്പറാണ്. ആ പേപ്പർ കോടതിയിൽ പോകണം, അവിടെ ട്രയൽ നടക്കും, വാദപ്രതിവാദം ക്രോസിംഗ് നടക്കും, അവിടെ രാമൻപിള്ള വാദിക്കാൻ അപ്പുറത്ത് വരും. അപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ചാർജ് ഷീറ്റ് ആയിരിക്കണം. അവർക്ക് പലതരത്തിലുള്ള കൗണ്ടർ ഉണ്ടാവും. അതിൽ നിങ്ങൾ തോറ്റുപോയി എന്നാണ് യാഥാർത്ഥ്യം. അതിൽ നിങ്ങൾ തോറ്റുപോയതാണ് ശിഥിലമാക്കപ്പെട്ട കേസാണെങ്കിൽ ആ കേസിൽ നിങ്ങൾ ഹൈക്കോടതിയിലും ജയിക്കാൻ പോകുന്നില്ല. തള്ളിക്കളഞ്ഞത് നിഷാദ്. എന്നിട്ട് എന്റെ 8ാം പ്രതി സമർപ്പിച്ച ഡിസ്ചാർജ് പെറ്റീഷൻ, ഈ കേസിൽ ഡിസ്ചാർജ് പെറ്റീഷൻ 8ാം പ്രതി സമർപ്പിച്ചല്ലോ. എന്തുകൊണ്ട് ആ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞത്? പ്രോസിക്യൂഷൻ പലതരത്തിലുള്ള കോടതി നടപടികൾ വേറെ വന്നില്ലേ? ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ ജഡ്ജി അനുഭാവപൂർണ്ണമായല്ല പെരുമാറുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ കോടതി റിപ്പോർട്ട് അംഗീകരിച്ചോ? ഇല്ലല്ലോ. ഈ കേസിനകത്ത് എന്തുകൊണ്ടാണ് 16ഓളം വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വീണ്ടും നിയോഗിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഈ കേസിനകത്ത് 26ഓളം വരുന്ന സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ടെന്നറിയാം. ഇപ്പോൾ ഇവിടെ വല നിരീക്ഷകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. 243ാമത്തെ സാക്ഷി കൂറുമാറിയ സാക്ഷി BJPയുടെ നേതാവാണെന്നറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സമുന്നതനായ നേതാവ് ഇന്ന് കേരളത്തിൽ നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, ആ പ്രസ്താവനയെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ പ്രസ്താവന എന്ന് പറയുന്നത് ഈ കേസിൽ അപ്പീൽ പോകാൻ ഇവിടുത്തെ പ്രോസിക്യൂഷന് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ളതാണ്. നിങ്ങൾ ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ചർച്ച. കേരളത്തിലെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ട് ആ പാർട്ടി പ്രതിനിധീകരിക്കുന്ന പ്രതിനിധി എന്നീ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് എന്താ പറയുന്നത്? മനീഷ, നിങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ഇത് പറയാൻ കഴിയുന്നത്? ഞാൻ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരയ്ക്കെതിരെ വന്നിട്ടുള്ള, ഇരയ്ക്ക് പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ലാത്ത ഈ വിധിക്കെതിരെ നിങ്ങൾ അപ്പീൽ പോകരുത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ UDFന്റെ കൺവീനറുടെ പ്രതിനിധിയായി വന്നിരുന്നുകൊണ്ടാണ് ഇതിനകത്ത് ഒരു കാര്യമുള്ളത്. ഇതിന്റെ സാങ്കേതികത്വം നോക്കാം. അത് സാങ്കേതികത്വം നോക്കിയാൽ സർക്കാരിന് വിജയിക്കാൻ കഴിഞ്ഞില്ല.
പക്ഷെ ഇതിൽ നൈതികമായ കുറേ കാര്യങ്ങളുണ്ട്. കോടതിക്ക് പുറത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. 28 സാക്ഷികളാണ് കൂറുമാറിയത് എന്ന് വെച്ചാൽ ഇരയ്ക്ക് അനുകൂലമായി പൊതുസത്യങ്ങൾ പറഞ്ഞ ആളുകൾ പിന്നീട് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്ന് പോയി കോടതിയിൽ പറഞ്ഞു. അവരെല്ലാം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൽ ഘടകങ്ങളായി പലതും പ്രവർത്തിച്ചു. സൗഹൃദം പ്രവർത്തിച്ചു, സ്വാധീനം പ്രവർത്തിച്ചു, പണം പ്രവർത്തിച്ചു എന്നത് നിസ്തർക്കമായ സംഗതിയാണ്. 28 പേർ ഒറ്റയടിക്ക് കൂറുമാറുക എന്ന് വെച്ചാൽ ഈ കേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വഴിമാറ്റാൻ ദിലീപിന്റെ വക്കീലും നല്ല പണിയെടുത്തിട്ടുണ്ട്. നിഷ്കളങ്കനായ എനിക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഈ കേസിനകത്ത് അട്ടിമറിയുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തിയിട്ടുണ്ട് എന്നത് സുവ്യക്തമല്ലേ മിഥുൻ? നോക്കൂ നിഷാദ്, അങ്ങനെ നമ്മൾ പിൻ പോയിന്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ പുറത്തു കേട്ടിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ ഇടയ്ക്കൊരു സായി ശങ്കർ എന്ന് പറഞ്ഞ ഒരു ഹാക്കറിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ഈ ഹാക്കർ എല്ലാ ഡാറ്റയും അദ്ദേഹത്തിന്റെ ഐമാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് സായി ശങ്കർ എന്ന് പറഞ്ഞു, എന്നെ പോലീസ് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ്, നിനക്ക് രാമൻപിള്ള വേണോ അതോ നിന്റെ കുടുംബം വേണോ എന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പല ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം സാക്ഷികൾ എന്തുകൊണ്ട് കൂറുമാറിയെന്ന് സാക്ഷികളോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. കാരണം ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ദിലീപിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം പോലും ഇതിലില്ല. അതാണ് അതിന്റെ ഒരു എത്രത്തോളം തെളിവുകൾ നിരത്തിയെന്നാണ് അവർ പറഞ്ഞത്. പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകളാണോ നമുക്ക് ഇവിടെ മുന്നിലുള്ളത്? കോടതിയുടെ വിധി വന്നു കഴിഞ്ഞു. കോടതി വിധിയെയാണോ മാനിക്കേണ്ടത് അതോ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളെ എപ്പോഴും കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്? ഇനി ഞാൻ ചോദിക്കട്ടെ, നാളെ നിങ്ങൾ അപ്പീലിന് പോവുകയാണ്, ഹൈക്കോടതി ഈ വിഷയത്തിൽ ദിലീപിന് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അപ്പീലിന് പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി ദിലീപിന് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ താങ്കൾ ദിലീപിനോട് മാപ്പ് ചോദിക്കും. പരിശോധിക്കാൻ നമ്മുടെ മുമ്പിൽ ആകെയുള്ള രേഖ എന്താണ്? കുറ്റപത്രമാണ്. ആ കുറ്റപത്രം നിങ്ങൾ ഒരു തവണ പ്രോസിക്യൂഷൻ ഈ കേസിൽ വ്യക്തമാകും. ഇനി പ്രോസിക്യൂഷൻ ഇനി എന്ത് ചെയ്യും എന്നാണെങ്കിൽ പ്രോസിക്യൂഷൻ ഏതറ്റം വരെ അപ്പീൽ പോകാൻ കഴിയുമോ അറ്റം വരെയും അപ്പീൽ പോകും എന്നുള്ളത് തീർത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്മേൽ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു നിയമ സംവിധാനത്തിൽ എന്താണ് ദിലീപിനോട് എത്ര വെറുപ്പ് എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇവിടെ ദിലീപിനെതിരെ വെറും സ്പെക്കുലേഷൻസും അതിജീവിതയെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുന്ന സമീപനം സ്വീകരിക്കുന്നവർ കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖന്മാരായി UDF കൺവീനറുടെ രൂപത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടാവും. ഞങ്ങൾ സ്വാഭാവികമായും ഇതൊക്കെ ചോദ്യം ചെയ്യും. കേരളത്തിൽ സീരീസ് ഓഫ് ക്രൈം നടത്തിയ ഒരു MLA ഇപ്പോഴും ഞങ്ങൾക്ക് സ്വാഭാവികമായും ഈ വിഷയത്തിൽ പറയാനുള്ള നിങ്ങളോട് വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസിന്റെ ചരിത്രവും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, കോൺഗ്രസിന്റെ ആളുകൾ നിങ്ങളെ വളരെ ബാലിശമായിട്ടുള്ള ഒരാളുടെ അവസരത്തിൽ ഒരാൾ സംസാരിക്കും. പ്ലീസ്, ഒരാളുടെ അവസരത്തിൽ ഒരാൾ സംസാരിക്കാം. ശരി, ഞാൻ മനീഷ, മിഥുൻ പ്ലീസ്, ഞാൻ വിജയിലേക്ക് പോട്ടെ. വിജയ് ഇന്ദുചൂടൻ, ഇത് നോക്കൂ വിജയ് ഇന്ദുചൂടൻ, ഇതൊരു പ്ലീസ് വിജയ് ഇതിനകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വിജയ് ഇന്ദുചൂടൻ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിജയ്, ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ഇല്ലാത്തത്? നിങ്ങൾ അവിടെയും ഇവിടെയും തൊടാത്ത പ്രസ്താവനകളിലും തിരുത്തിയും വെട്ടിയും പറയുന്ന സൗണ്ട് ബൈറ്റുകളിലും മാത്രം ചുരുക്കുന്നു. ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് വളരെ സ്ട്രോങ് തന്നെയാണ്. ഇവിടെ ഒരിക്കലുമല്ല ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. അത് സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അവൾക്കൊപ്പം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ വിസിബിൾ പ്രൊട്ടസ്റ്റ് എവിടെയാണ്? ഈ സർക്കാർ സ്ത്രീ സുരക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്കൊരു ആക്ഷേപമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്മേൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സമരമുണ്ടോ? നിങ്ങൾക്കൊരു അഗ്രസീവായിട്ടുള്ള സമീപനമുണ്ടോ? ഇല്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുള്ളത് ഞാനിവിടെ ശ്രദ്ധിച്ചത് 2-3 പ്രാവശ്യം അത് ശ്രദ്ധിച്ചു. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് നിഷാദിന്റെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് 2-3 തവണ മനീഷയോട് ചോദിച്ചപ്പോഴും മനീഷ അതിനൊന്നും തൊടാതെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയത് ഞാനിവിടെ ശ്രദ്ധിച്ചു. ഇനി മനീഷ, താങ്കൾ പറയൂ. ഇവിടെ കോൺഗ്രസ് പറയുന്നു അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുമ്പോൾ തന്നെയും നിങ്ങൾ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. ഇനി അതെല്ലാം പോട്ടെ, ഈ കേസിന് ആസ്പദമായിട്ടുള്ള ജഡ്ജി ഉണ്ടായിരുന്നല്ലോ, ഹണി എം വർഗീസ്. ആ ഹണി എം വർഗീസിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് നോക്കണ്ടേ, ഒന്ന് വിശദീകരിക്കണ്ടേ? അങ്ങനെ വിശദീകരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഹേമ കമ്മിറ്റി കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇവിടുത്തെ ആങ്കർ ചോദിച്ചു. എന്തായിരുന്നു അതിന്റെ സ്റ്റാറ്റസ്? നിങ്ങളല്ലേ പറഞ്ഞ് ഞങ്ങൾക്ക് ചോദ്യമില്ല എന്നുള്ളത്? ചോദ്യങ്ങൾ
ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് മനീഷ. ആ സ്റ്റാറ്റസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് ആ FIR കുറ്റം ആരോപിച്ച് അതിൽ ശിക്ഷിക്കപ്പെട്ട മുകേഷ് എന്ന് പറയുന്ന MLA-ക്ക് ആരാണ് ജാമ്യം കൊടുത്തത്? എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണ്ടേ? അങ്ങനെ അന്വേഷിക്കുമ്പോ ഈ പറയുന്ന ഇടത് സന്തത സഹചാരികളുടെ ഒക്കെ കുറ്റം അല്ലെങ്കിൽ അവർക്ക് ഇതുമായിട്ടുള്ള ബാന്ധവം തെളിയുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മനീഷ. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കൂ. നിങ്ങൾ അതിനെക്കുറിച്ച് നവോത്ഥാനത്തിന്റെ പേര് പറയും, സ്ത്രീ സുരക്ഷയുടെ കാര്യം പറയും, സ്ത്രീകളെ സംരക്ഷിക്കുന്ന അപ്പോസ്തലന്മാരായി മാറും. എന്നിട്ട് വേട്ടക്കാർക്കൊപ്പം കൈകൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അന്തസ്സില്ലാതെ മുട്ടുമടച്ചുകൊണ്ട് മുട്ടുമടക്കി അവർക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് അവരുടെ സംവിധാനത്തിനെല്ലാം നിന്നുകൊടുക്കുന്ന ഇതുപോലെയുള്ള ഒരു സർക്കാർ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. നിങ്ങളുടെ പോലീസ് സംവിധാനം, നിങ്ങളുടെ പ്രോസിക്യൂഷൻ സംവിധാനം, നിങ്ങളുടെ സർക്കാർ സംവിധാനം എല്ലാം പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കൂ. നിങ്ങൾ അംഗീകരിക്കും. ഞാൻ ചോദിക്കുന്നത് നിങ്ങളിത് ഈ ചോദ്യം എടുക്കൂ മനീഷ, ചോദ്യം അതാ മനീഷ ഈ ചോദ്യം എടുക്കൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഒരു തരിമ്പ് ആത്മാർത്ഥത കാണിക്കാത്ത ഈ സർക്കാർ ഈ കേസിനകത്ത് ആത്മാർത്ഥത കാണിക്കില്ല എന്ന ആക്ഷേപങ്ങൾക്ക് ഉന്നയിക്കാമല്ലോ. MLA ആ MLA-യുടെ സ്റ്റാറ്റസ് എന്താണ്? ആ MLA-ക്ക് ജാമ്യം അനുവദിച്ചത് ആ ജഡ്ജിയുടെ പേരാണ് എന്താണ്? ആ ജഡ്ജിയും ഈ പറയുന്ന ഹണി എം വർഗീസും ഒന്ന് തന്നെയല്ലേ? ആ ഹണി എം വർഗീസിന്റെ പശ്ചാത്തലം എന്താണ്, ഹിസ്റ്ററി എന്താണ് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം. ശരി. അല്ല അതിന് മറുപടി നിങ്ങൾ വിജയുടെ 3 പോയിന്റ് ചോദ്യങ്ങൾ സ്പെസിഫിക് ആണ്. മനീഷ അത് നിങ്ങൾ എടുക്കൂ. അതിനു മുൻപ് ഞാൻ വിജയോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് കൂടി വിജയ് മറുപടി പറയേണ്ടതുണ്ട്. ആദ്യം ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് വന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ചർച്ചയിൽ കൂടുതൽ ആൻസറബിൾ താങ്കളാണെന്നാണ് കേട്ടോ. കാരണം നിങ്ങൾ വിജയ് മറുപടി പറയുന്നുണ്ട്. അല്ല മനീഷ, ഞാൻ ചോദിക്കുന്നത് മനീഷ ഈ ചർച്ചയിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് തരുന്നത് മനീഷ, ഞാൻ ചോദിക്കുന്നത് UDF-ന്റെ കൺവീനർ എടുത്തുള്ള പൊസിഷൻ കേരളം കാണുകയും അവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളതാണ്. അവർ എത്ര വിശദീകരിച്ചാലും അത് വിശദീകരിക്കാൻ കഴിയില്ല. എന്റെ ചോദ്യം മനീഷ, നിങ്ങൾ കൂടുതൽ സമയം എടുക്കുന്നത് നിങ്ങൾക്ക് ആൻസറബിൾ ആയതുകൊണ്ടാണ്. നിങ്ങൾ റൂളിംഗ് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നു, നിങ്ങൾ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഭരണകൂടത്തെ. അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സർക്കാരിനോട് ജനത്തിന് ചോദിക്കാനുള്ളൂ. കോൺഗ്രസിനോട് നമുക്കിപ്പോൾ ഒരു പരിധി ചോദിക്കാൻ പറ്റില്ല. അവരവരുടെ നിലപാടില്ലായ്മ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഇതാണ് പ്രശ്നം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒതുക്കാൻ നോക്കിയ നിങ്ങൾ ദിലീപിന്റെ കേസിൽ പരമാവധിയിൽ പോകുന്ന ആരെങ്കിലും വിചാരിക്കും? നിങ്ങളുടെ സംവിധാനം അല്ലെങ്കിൽ പോലീസ് സംവിധാനം, അതിനുത്തരം പറയൂ. നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിന്റെ ഉത്തരം പറയൂ മനീഷ. ബാക്കിയുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മൊഴി കൊടുത്തവരുടെ പ്രൈവസി നോക്കേണ്ടതുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൈവസി ഒന്നുമല്ല. ആ റിപ്പോർട്ട് 5 വർഷം പൂഴ്ത്തിവെച്ച് അതിന്മേലൊരു നിയമം ഉണ്ടാക്കിയോ ചട്ടം ഉണ്ടാക്കിയോ ഫിലിം ഫീൽഡിനെ ജെൻഡർ ഈക്വൽ ആക്കിയോ എന്നൊക്കെയുള്ള ചോദ്യം അവിടെ ഉണ്ടല്ലോ. പറയാത്തത് അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്ന് മാത്രം മനീഷ ഈ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. മനീഷ, ഒരു സീരീസ് ഓഫ് ക്രൈം ചെയ്യുന്ന ഒരു ലൈംഗിക നിരന്തര കുറ്റവാളിക്കെതിരെ ഒരു അക്ഷരം പോലും ഉരിയാണ് UDF-ന്റെ മനീഷ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ദിവസം കുറെ കളഞ്ഞ അല്ല മനീഷ, പ്ലീസ് മനീഷ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ദിവസം കുറെ കളഞ്ഞ ഫ്ലോറായി മനീഷ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കുറെ ദിവസം കളഞ്ഞ ഫ്ലോറാണ്. ഇത് നിങ്ങളുടെ പോയിന്റ് പറയൂ. നിങ്ങൾ തോറ്റു. എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്ന് പറയൂ മനീഷ. എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു? എന്തുകൊണ്ട് നിങ്ങൾ ഇരയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സ്റ്റേറ്റ് സംവിധാനമായിട്ട് ഇവിടെ നിൽക്കുന്നു? നിഷാദ്, എന്തുകൊണ്ടാണ് ഈ കേസിനകത്ത് ഞങ്ങൾ പരാജയപ്പെട്ടതെന്ന് മറുപടി പറയാൻ നിഷാദിന് കഴിയോ? നിഷാദ് മറുപടി പറയൂ. നിങ്ങൾക്കത് പെർഫെക്റ്റായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നല്ലേ ഞാൻ കോമൺ മാണെന്ന് എനിക്ക് വിചാരിക്കേണ്ടത്. നിഷാദ് ജഡ്ജ്മെന്റ് കണ്ടിട്ടില്ല. നിഷാദ് ഇത് കാണാതെ നിഷാദിന് എങ്ങനെ ഇത് പറയാൻ കഴിയും? അപ്പൊ നിഷാദ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്?
എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പ്രോസിക്യൂഷന്റെ അലംഭാവം കൊണ്ട് അല്ലേ? കോടതി എന്താ പറഞ്ഞത്? കോടതി എന്താ പറഞ്ഞത് മനീഷ? കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദിലീപ് ഗൂഢാലോചനക്കാരനാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. പ്രോസിക്യൂഷൻ എടുത്തിട്ടുള്ള പറഞ്ഞല്ലോ. നിലപാട് ഏതറ്റം വരെയും ഞങ്ങൾ ദിലീപ് ഗൂഢാലോചനക്കാരനാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറഞ്ഞില്ലേ? മെറിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ദിലീപ് ഗൂഢാലോചനക്കാരനാണ് തെളിയിക്കാൻ കഴിഞ്ഞില്ല മനീഷ. അത് പ്രോസിക്യൂഷന്റെ അലംഭാവം കൊണ്ടാണ് എന്നാണ് നിഷാദ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ മറിച്ചൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് തെളിച്ചു പറയൂ മനീഷ. മറിച്ചൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് തെളിച്ചു പറയൂ. മറിച്ചൊരു പോയിന്റ് ഉണ്ടെങ്കിൽ CPM ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്കും. മറിച്ചൊരു പോയിന്റ് ഉണ്ടെങ്കിൽ പറ. മറിച്ചൊരു പോയിന്റും ഇല്ല. മറിച്ചൊരു പോയിന്റ് ഉണ്ടോ? ഇനി ഇപ്പൊ പോട്ടെ, നിങ്ങളുടെ കേസ് പെർഫെക്റ്റ് ആണ്, എന്നിട്ടും തോറ്റു. അപ്പൊ കോടതിയെ കുറിച്ച് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഉണ്ടേ അത് പറ. കോടതിയെ കുറിച്ച് പ്രശ്നമുണ്ടോ? അല്ലല്ല ഞാൻ ചോദിക്കട്ടെ. അല്ല, ഈ ബാബറി മസ്ജിദിന്റെ കേസിന്റെ വിധി വന്നപ്പോ എം സ്വരാജ് നിങ്ങളുടെ നേതാവ് പറഞ്ഞ പോലെ ഇത് കോടതി പ്രശ്നമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അഡ്രസ് ചെയ്യാൻ പോലും തയ്യാറാവാത്തത് നിങ്ങൾ എം സ്വരാജ് പറഞ്ഞ പോലെ നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കോർട്ടിൽ നിന്ന് ഇതല്ലാതെ വേറൊരു വിധി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നതാണോ നിങ്ങളുടെ നിലപാട്? ഇടയിലെല്ലാം ആ അതിജീവിത എന്ന് പറയുന്ന നടി, ഞങ്ങൾ ഏത് അറ്റം വരെയും അപ്പീൽ പോകാൻ തയ്യാറാണ് എന്ന്, ഞങ്ങൾ അപ്പീൽ പോകുമെന്ന് കേരള സർക്കാരും പ്രോസിക്യൂഷനും ഞങ്ങളുടെ പ്രതിനിധികളും എല്ലാവരും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ ഇതിന്റെ അടിസ്ഥാനം തകർത്തിട്ടാണ് സുപ്രീം കോടതി വരെ പോയാലും കാര്യമുണ്ടോ? ഇതിന്റെ ബേസ് ലൈൻ തകർത്തിട്ട് നിങ്ങൾ എവിടെ വരെ പോയിട്ട് എന്താ കാര്യം? ഞങ്ങൾ അടിസ്ഥാനം തകർത്തു എന്ന് നിഷാദ് കോട്ട് ചെയ്യുന്ന ഒരു തെളിവ് ഇപ്പൊ ഒന്ന് പറയാമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ തോറ്റില്ലേ? ഒരൊറ്റ ചോദ്യം. നിങ്ങൾക്ക് മതിയായ സംഗതി, നിങ്ങൾക്ക് മതിയായ വിവരങ്ങൾ കൊണ്ടുപോകാൻ കൊടുക്കാത്തോണ്ടല്ലേ നിങ്ങൾ തോറ്റുപോയത്? മറിച്ചാണ് പറ. പ്രോസിക്യൂഷൻ ഈ കേസിൽ തെളിവ് ഹാജരാക്കിയിട്ടില്ലായിരുന്നു. ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു രേഖ കാരണം എന്താ? അല്ല, അതിന് ഉത്തരം പറയാം. മനീഷ മിഥുൻ ചോദിക്കുന്നു. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനീഷ, ദിലീപിനെ ഈ കേസിൽ കുറ്റക്കാരനാക്കുന്ന മനീഷ പ്ലീസ് ദിലീപിനെ ഈ കേസിൽ പല പ്രാവശ്യം പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മനീഷ ദിലീപിനെ ഈ കേസിൽ കുറ്റക്കാരനാക്കുന്ന ഒരു പോയിന്റ് പറയുന്നു. ഒറ്റ പോയിന്റ്. അതായത് ദിലീപിനെ ഈ കേസിൽ കുറ്റക്കാരനാക്കുന്ന ഒരു തെളിവ്, ഒരു പോയിന്റ് നിങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് ഒന്ന് ആവർത്തിക്കാൻ പറയുന്നു മിഥുൻ. ഞാൻ പറയാം. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ 8-ാം പ്രതിയുമായി കമ്മ്യൂണിക്കേഷൻ. മനീഷ ഒരു സെക്കൻഡ്, 10 സെക്കൻഡ് മനീഷ, 10 സെക്കൻഡ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ 8-ാം പ്രതിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അത് പ്രോസിക്യൂഷന്റെ സാക്ഷികളിലൂടെ ശ്രമിച്ചു എന്നതിന്റെ തെളിവ്. ഇനി 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിൽ പലയിടങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച അതാണ് പറയുന്നത് മിഥുൻ. അതാണ് അവർ പറയുന്നത്. മിഥുൻ, അതാണ് അവർ പറയുന്നത്. ശരി. അതാണ് മിഥുൻ, പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് പ്ലീസ്. അത് അവർ പറയാണ്. മിഥുൻ അവർ പറയാണ്. മിഥുൻ അവർ പറയാണത്. അവർ പറയാണത്. ശരി മിഥുൻ, ശരി അവർ പറയട്ടെ. മിഥുൻ അവർ പറയട്ടെ. ഓക്കെ ഫൈൻ. മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വളരെ കൃത്യമായി പറയാൻ തയ്യാറാണ്. പറഞ്ഞോളൂ മനീഷ, നമുക്ക് അവസാനിപ്പിക്കാം. സഭയെ തരണം. മനീഷ അതേ രീതിയിൽ ഒന്നാമത്തെ പോയിന്റ് ഹാജരാക്കിയിരിക്കുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ 8-ാം പ്രതിയുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ രേഖ പ്രോസിക്യൂഷൻ പറയുന്നതാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ 8-ാം പ്രതിയുമായി പ്രോസിക്യൂഷന്റെ വിറ്റ്നസുകളിലൂടെ ശ്രമിച്ചു എന്നതിന്റെ തെളിവ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിൽ പലയിടങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അത് ശാന്തിഗിരിയിൽ വെച്ച്, ജോയ്സ് പാലസിൽ വെച്ച് ഉൾപ്പെടെ 8-ാം പ്രതിയുടെ വസതിയിൽ വെച്ച് ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഗോവയിൽ വെച്ച് 1-ാം പ്രതിയും 8-ാം പ്രതിയും കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചു എന്നും പിന്നീട് പരാജയപ്പെട്ടു എന്നും കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ പ്രോസിക്യൂഷന്
ചെയ്യാൻ കഴിയുന്നതെല്ലാം ഇവർ തമ്മിൽ കൂടിക്കാഴ്ചകളും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസും നടന്നിട്ടുണ്ടാകാൻ പ്രോസിക്യൂഷന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു, പോലീസിനും ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു കോടതിയിൽ സത്യം തെളിയിക്കപ്പെടുമെന്നതാണ് CPIM ഈ കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദം. വിമർശകർ അപ്പുറത്തുണ്ട് എന്നതുകൂടി കാണുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞോളൂ. താങ്ക് യു മനീഷ, ഒപ്പം വിജയ്, മിഥുൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പറഞ്ഞതിന്.